ഇറാഖ്, ജോർദാൻ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലെ US ഉദ്യോഗസ്ഥർ എത്രയും വേഗം നാട്ടിലേക്ക് മടങ്ങണമെന്ന് ട്രംപ് ഭരണകൂടം. ഇസ്രായേലിൽ നിന്നുള്ള US പൗരന്മാരെയും നാട്ടിലെത്തിക്കുകയാണ്. തെഹ്റാനിലെ വിവിധയിടങ്ങളിൽ ഇസ്രായേലിന്റെ ആക്രമണം തുടരുകയാണ്. പാർലമെന്റ് കെട്ടിടത്തിനകത്ത് പോലും ആക്രമണം ഉണ്ടായി. BK സുഹൈൽ ചേരുന്ന വിവരങ്ങളുമായി. സുഹൈൽ, എന്താണ് തെഹ്റാനിൽ നടക്കുന്നത്? അജിംസ്, തെഹ്റാനിൽ ഇസ്രായേലിന്റെ കനത്ത ആക്രമണം തുടരുകയാണ്. രാത്രിയും പകലും എന്ന് വ്യത്യാസമില്ലാതെ അവിടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എത്രത്തോളം കാഷ്വാലിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നില്ല. ഇന്റർനെറ്റ് ബ്ലാക്ക് ഔട്ട്, അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഈ സർക്കാർ അനുകൂല മീഡിയകൾക്ക് നേരെയുള്ള ആക്രമണം, അവരുടെ സൈബർ അറ്റാക്ക് എന്നിവയൊക്കെ കാരണം ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നില്ല. റെഡ് ക്രസൻറ്റ് മാത്രമാണ് അവിടെ നിന്നുള്ള എന്തെങ്കിലും വിവരങ്ങൾ പുറത്തേക്ക് എത്തിക്കുന്നതിൽ ഇപ്പോൾ ഒരു കൃത്യമായ ഡാറ്റ സൂക്ഷിക്കുന്നത്. 700ഓളം മരണം അവിടെ ഉണ്ടായി എന്നുള്ള വാർത്ത പുറത്തു വരുന്നു. ഇപ്പോൾ പാർലമെന്റ് കെട്ടിടത്തിന് നേരെയും ആക്രമണം ഉണ്ടായി, അതിൻ്റെ അടുത്ത് എത്തി എന്നുള്ള ഒരു വിവരമുണ്ട്. കെട്ടിടത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം ചേർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ പശ്ചിമേഷ്യയിലേക്ക് ആകെ ഈ യുദ്ധം വ്യാപിക്കുമെന്നുള്ള ആശങ്ക അത് അരക്കിട്ടുറപ്പിക്കുന്നതാണ് US-ന്റെ ചില നടപടികൾ. ഇപ്പോൾ US മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ US-ലേക്കുള്ള ഇവാക്യുവേഷനാണ് അവരുടെ എല്ലാം പ്രധാനപ്പെട്ട ഒരു തലക്കെട്ടായി മാറുന്നത്. അത് US ഉദ്യോഗസ്ഥർ പോലും, സാധാരണ ജനങ്ങൾ മാത്രമല്ല, എംബസികളിൽ പോലും ജോലി ചെയ്യുന്ന എമർജൻസി ഇല്ലാത്ത എല്ലാ ആളുകളെയും ഇവിടെ നിന്ന് മാറ്റുകയാണ്. ഇറാഖിലെ എല്ലാ ഉദ്യോഗസ്ഥരും തിരിച്ചു വരണം എന്ന് പറയുന്നു. അതേപോലെ തന്നെ ബഹ്റൈൻ അടക്കമുള്ള ഇടങ്ങളിൽ നിന്ന് എല്ലാ ആളുകളും തിരിച്ചു വരണം. നേരത്തെ തന്നെ സാധാരണക്കാരായ ആളുകൾക്ക് 13-14 രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാവരും പെട്ടെന്ന് അവിടെ നിന്ന് വരണം എന്ന ഒരു നിർദ്ദേശം അമേരിക്ക നൽകിയിരുന്നു. ഇപ്പോൾ ഉദ്യോഗസ്ഥരെ പോലും പിൻവലിക്കുകയാണ്. അതായത് എംബസി ഉദ്യോഗസ്ഥരെ പോലും പിൻവലിക്കുകയാണ് അമേരിക്ക ചെയ്തത്. ഇസ്രായേലിൽ നിന്നും അവരുടെ ആളുകളെ തിരിച്ചു വിളിക്കണം എന്നുള്ള വലിയ വാർത്തകൾ വരുന്നതിന് പിന്നാലെ ഇപ്പോൾ മൈക്ക് ഹക്കബിയെ പോലെയുള്ള ആളുകൾ, അദ്ദേഹം ഇസ്രായേലിലെ US അംബാസഡറാണ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഇപ്പോൾ വന്നു. ഇസ്രായേലിൽ നിന്ന് ആളുകൾ ഒന്നിച്ചു പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ പോകാൻ താല്പര്യമുള്ള ആളുകൾക്കെല്ലാം അതിനുള്ള അവസരങ്ങൾ ഒരുക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള വലിയ ഒരു നിർദ്ദേശവും ഇപ്പോൾ വരികയാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ വലിയൊരു യുദ്ധത്തിന് ഒരുങ്ങുന്നു എന്ന പ്രതീതി വളരെ വ്യാപകമാണ്. ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നെല്ലാം അമേരിക്കക്കാർ അവരുടെ പൗരന്മാരെ ഒഴിപ്പിക്കുകയാണ്. തീർച്ചയായും ഇത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ യുദ്ധസന്നാഹങ്ങൾ എത്തുകയും നീണ്ട ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു എന്നുള്ള ഒരു സൂചന തന്നെയാണ് നൽകുന്നത്. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്തമായിട്ടുള്ള ഒരു ആക്രമണത്തിലൂടെ അവിടെയുള്ള ഒരു റെജിം ചേഞ്ച്, ഭരണമാറ്റം, അതിനുവേണ്ടി കരയുദ്ധം വേണമെങ്കിൽ അതടക്കം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിലേക്ക് നീങ്ങുക എന്ന് തന്നെ അമേരിക്ക വിചാരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. അതുകൊണ്ട് തന്നെ ഗൾഫ് മേഖലയിലേക്കുള്ള ഈ ആക്രമണം കൂടും എന്ന് തന്നെയാണ് അമേരിക്ക പ്രതീക്ഷിക്കുന്നത്. അവിടെ തങ്ങളുടെ പൗരന്മാരെ മാത്രം സുരക്ഷിതരാക്കി നിർത്താനുള്ള ഒരു നീക്കം, അതിനെതിരെ വ്യാപകമായിട്ടുള്ള ആശങ്കയും അതേപോലെ തന്നെ പ്രതിഷേധവും ഇപ്പോൾ ഉയരുന്നുണ്ട്. കാരണം അവിടെ നിന്ന് ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് അവരുടെ പൗരന്മാർക്ക് കൃത്യമായിട്ടുള്ള ഇവാക്യുവേഷൻ അമേരിക്ക നൽകുകയും അതിനുശേഷം യുദ്ധം ആരംഭിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താകും അവിടെയുള്ള ജനതയുടെ അവസ്ഥ എന്ന വലിയ ആശങ്ക ഇപ്പോൾ ശക്തമാണ്. കാരണം UAE-യിലൊക്കെ നോക്കുകയാണെങ്കിൽ മിക്കവാറും ഭൂരിഭാഗം ആളുകളും പുറത്തുനിന്നുള്ള ആളുകളാണ്. 100-ലധികം വരുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർ UAE-യിൽ ഉണ്ട്. അപ്പോൾ ആ പ്രദേശങ്ങളിൽ നിന്നെല്ലാം അമേരിക്കക്കാരെ പിൻവലിക്കുകയും അവർ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ യുദ്ധം ആരംഭിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്ന ആശങ്ക ഇപ്പോൾ വളരെ ശക്തമാണ്. കാരണം ആ തരത്തിലാണ് ഇപ്പോൾ ഇവാക്യുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്.